ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഓണവിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ ഓണം ആഘോഷമാക്കാൻ വേണ്ടി ഓണവിപണി ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഓണത്തിൻ്റെ കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞതായി ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ ആദ്യ ആഴ്ച മുതൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സൗജന്യ ഓണക്കിറ്റുകൾ ആണ് ഈ ആഴ്ച സെപ്റ്റംബർ ആദ്യ വാരം തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു. അതുപോലെ തന്നെ AAY മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് എല്ലാ കാർഡ് ഉപഭോക്താക്കൾക്കും സൗജന്യ ഓണക്കിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ഷേമസ്ഥാപനങ്ങളിൽ ഉള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യ ഓണക്കിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വയനാട് ദുരന്തബാധിത പ്രദേശത്തെ എല്ലാ റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്കും സൗജന്യ ഓണക്കിറ്റ് ഉണ്ടായിരിക്കും. ഈ ഓണത്തിൻ്റെ കിറ്റ് ഈ 3 വിഭാഗത്തിനാണ് സൗജന്യമായി ലഭിക്കുക. കൂടാതെ ഓണത്തിന് മുന്നേ 1000 സ്റ്റോറുകൾ തുറക്കുകയാണ് ലക്ഷ്യമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. റേഷൻ കടകളിൽ കൂടിയാണ് ഈ സ്റ്റോറുകളുടെ പ്രവർത്തനം ഉണ്ടായിരിക്കുക. റേഷൻ കടകൾ മാറ്റി സ്റ്റോറുകളാക്കാനുള്ള ഒരു നടപടിയാണ് നടന്നു വരുന്നത്. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ദൈനംദിന സേവനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റോറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ സാധനങ്ങളും കൂടുതൽ ലഭ്യതയോടെ വിലക്കുറവിനനുസരിച്ച് റേഷൻ കടകളിൽ നിന്നും ലഭിക്കുമെന്നാണ് ഈ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്തതിലധികം വിലയാണ് ഇപ്പോൾ ഈ ഉത്സവ സീസണുകളിൽ മറ്റുള്ള കടക്കാർ ഈടാക്കുന്നത്. അതിനെതിരെയുള്ള ഒരു സർക്കാരിൻ്റെ ഇടപെടൽ കൂടിയാണ് ഈ സ്റ്റോറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലെ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇതുവരെ ലഭിക്കുന്ന റേഷൻ കാർഡിൽ ലഭിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതുവരെ നിലവിൽ ലഭിച്ചിരിക്കുന്നത് ലഭിക്കുകയും അതിനു പുറമെ അതുപോലെ തന്നെ ശബരി ഉൽപ്പന്നങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ സ്റ്റോറുകൾ വഴി ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു പുറമെ 5 കിലോ തൂക്കം വരുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടറുകളും സ്റ്റോറുകൾ വഴി ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ സാധാരണക്കാരന് വേണ്ട ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെലിഫോൺ ബില്ല് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന ഓൺലൈൻ എല്ലാ സേവനങ്ങളും ഈ സ്റ്റോറുകൾ വഴി ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലുള്ള ഓൺലൈൻ സേവനങ്ങളെല്ലാം ഈ ഇതുവഴി സ്റ്റോർ വഴി നമുക്ക് ലഭ്യമാവുമെന്ന് അറിയിച്ചിരുന്നു. ഇത് 52 ഇനം സേവനങ്ങളാണ് സ്റ്റോർ വഴി ലഭ്യമാക്കുക. കൂടാതെ ബാങ്കിങ് സേവനങ്ങൾ 10,000 രൂപ വരെയുള്ള ഇടപാടുകൾ സ്റ്റോറുകൾ വഴി ലഭ്യമാക്കുമെന്നത് വളരെ സാധാരണക്കാരന് ഏറ്റവും അനുയോജ്യപരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ചെറിയ ഇടപാടുകൾക്ക് ഇനി ദൂരെ പോകേണ്ട ആവശ്യമില്ല.
അതായത് സ്ത്രീകൾക്കും മറ്റും കെ സ്റ്റോറുകൾ വഴി ചെറിയ ഇടപാടുകൾ നടത്താൻ, അതായത് 10,000 രൂപ വരെയുള്ള ഇടപാടുകൾ നടത്താൻ സാധിക്കും. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം കെ സ്റ്റോറുകൾ വഴി ഇപ്പോൾ ഇത്രയേറെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇതിൽ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയിലാണ് ഗവൺമെൻറ്. അതായത് ഇപ്പോൾ ഇത്രയേറെ സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് വളരെയധികം ഒരു ആശ്വാസം തന്നെയാണ്. കാരണം ചെറിയ ഒരു ഇടപാട് നടത്താൻ, ബാങ്കിങ് ഇടപാട് നടത്താൻ നമ്മുടെ റേഷൻ കടകളിൽ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നല്ല ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അനുയോജ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള മിൽമയുടെ എല്ലാ ഐറ്റംസും അവിടെ, സാധനങ്ങളും അവിടെ ലഭിക്കും. അതുപോലെ തന്നെ ശബരിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ നിന്ന് ലഭിക്കും. സാധാരണ മാവേലി സ്റ്റോറുകളിലാണ് ഇതൊക്കെ ശബരി ഉൽപ്പന്നങ്ങൾ ലഭിക്കാറ്. പക്ഷേ മിൽമയുടെ അവിടെ ലഭിക്കാറില്ല. ഇപ്പോൾ മിൽമയുടെയും അവിടുന്ന് ലഭിക്കുമെന്നത് സാധാരണക്കാരന് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ഏതായാലും ഇത് നല്ല ഒരു തീരുമാനം തന്നെയാണ്. എല്ലാ 1000 കെ സ്റ്റോറുകൾ തുറന്നതിന് ശേഷം എല്ലാ മാവേലി സ്റ്റോറുകളും, മാവേലി സ്റ്റോറല്ല, റേഷൻ കടകളിലും കെ സ്റ്റോറിൻ്റെ സംവിധാനം ലഭ്യമാക്കുമെന്നാണ് ഭാവിയിൽ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഇങ്ങനത്തെ സൗകര്യമൊക്കെ കിട്ടിയാൽ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഇത് വളരെ നല്ല ആശയം തന്നെയാണ്. ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഈ സൗകര്യങ്ങൾ ഉടനെ തന്നെ എല്ലാ റേഷൻ കടകളിലും ലഭ്യമാവട്ടെ എന്നും നമുക്ക് എപ്പോഴാണ് ലഭ്യമാവുന്നത് എന്നറിയില്ല. ഓണത്തിന് മുന്നേ അത് 1000 കെ സ്റ്റോറുകളാക്കുമെന്ന് പറഞ്ഞ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ, അതിനുള്ള സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ കെ സ്റ്റോറുകൾ കൊണ്ടുവരിക. ഏതായാലും നല്ല ഒരു തീരുമാനം തന്നെയാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.